ഇവളിത് എവിടെ പോയി കിടക്കുവാ? വഴിയുണ്ട്. നിനക്ക് നീ ഇതെന്താ തേങ്ങയടി കാണിക്കുന്നെ? ലേറ്റ് ആയി വന്നോ? ഞങ്ങളും രാവിലത്തേക്ക് എങ്ങനെ? അല്ലേലും പുള്ളി എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞങ്ങൾക്ക് സ്കൂൾ മുതലേ ഉള്ള ശീല. ലേറ്റ് ആയി വന്ന അപ്പൊ പണിഷ്മെന്റ് ചെയ്യാം. എന്തായാലും പുഷപ്പെടുത്തു. ഒരു 50 എടുത്തുണ്ടായിരുന്നു. പണിയെടുത്ത് ശീലല്ലോ. എവിടെയെങ്കിലും ക്യാമറ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ആളാവും. അതിനു വേണ്ടി ചെയ്തതാ. നീ പട്ടി കിടക്കുന്നവരെ കിടക്കാതെ ഇവിടെ അങ്ങനെ വന്നിരുന്നേ. ഇതൊക്കെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രല്ലേ. ഇതൊന്നും നാട്ടുകാർക്ക് മനസ്സിലാവായിട്ട. പുള്ളിക്കാരൻ കാലേറ്റ് വീണപ്പോ നാക്കേട് മാറ്റാൻ വേണ്ടി പുഷപ്പെടുത്തല്ലേ? എന്തായാലും പരിപാടിക്ക് കൊണ്ട് അവിടെ എന്ത് മണ്ടത്തരം കാണിക്കാന്ന് ആലോചിച്ചപ്പോഴാണ് പരിശീലനം ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ പുഷപ്പെടുക്കുന്നത്. അപ്പൊ തന്നെ പരിപാടിക്കാർ പുഷപ്പെടുത്തും. അതാണ്ടായി. പുള്ളിക്ക് ആ നേരത്തെ മനസ്സിൽ ലഡ്ഡു വെട്ടിയില്ലേ? അതൊക്കെ ശരിയാ. പക്ഷെ ഒറ്റ സങ്കടമുള്ളൂ. ഈ കുട്ടികളെ കയറാത്ത ഞങ്ങളുടെ രാഹുലിനെ വെച്ചിട്ടാണ് കോൺഗ്രസ് രക്ഷപ്പെടാൻ നോക്കണം. ആ സങ്കടം മാത്രമേ ഉള്ളൂ. അന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടല്ലേ ട്രോളി ബാഗയുടെ തല വെച്ചത്. പാവം എന്റെ രാഹുൽ. കോൺഗ്രസ് അണികൾ പോലും സപ്പോർട്ട് ചെയ്യുന്നു. ഇതിലും ഭേദമായിരുന്നു ആ സ്വയം പൊങ്ങി ട്രംപ്. അങ്ങനെ പറയണ്ട. ഇവര് തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷനാ. ആര് മണ്ടത്തരം കൂടുതൽ കാണിക്കുന്നു. പ്രധാനമന്ത്രിയാകാൻ വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാ രാഹുൽജി കാണിച്ചു കൂട്ടുന്നത്. ഇനിയും നമ്മൾ എന്തെല്ലാം കാണേണ്ടി വരും. ഞങ്ങളുടെ രാഹുൽജിയുടെ കളി നാട്ടുകാർ കാണാൻ പോകുന്നത്.